യെശയ്യാവ് 6:7. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ടു. കർത്താവിൻ്റെ മഹത്വം കണ്ടപ്പോൾ യെശയ്യാവിന് തന്നിലേക്ക് നോക്കുവാനും തന്നിലെ പാപത്തിൻ്റെ ഭയാനകത മനസ്സിലാക്കുവാനും സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മിലേക്ക് നാം നോക്കാറില്ല. എന്നാൽ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ, കർത്താവിൻ്റെ തൃപ്പാദത്തിങ്കിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ, സ്വർഗത്തിലെ യാഗപീഠത്തിലെ കനലിനാൽ നാം സ്പർശിക്കപ്പെടുമ്പോഴാണ് നമ്മിലെ മലിനതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ നാളുകളിൽ നാം ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു സ്വർഗീയ സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരത്തക്ക രീതിയിൽ ദൈവിക ഇടപെടലുകൾ ദൈവം നടത്തട്ടെ. 1 യോഹന്നാൻ 1:7 ഇങ്ങനെ നാം വായിക്കുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത് നമ്മുടെയൊക്കെ നിത്യരക്ഷയ്ക്കായിട്ടാണ്. തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും മാനവരാശിയുടെ രക്ഷയ്ക്കായി താൻ ക്രൂശിൽ ചൊരിഞ്ഞു. ആ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഒന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് യേശുവിനെ വിളിച്ച് ഭിക്ഷിച്ചാൽ മാത്രം മതി. എത്ര വലിയ തെറ്റാണെങ്കിലും അത് പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ പാപത്തെ യേശു സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇട്ടുകളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ഈ രക്തം ഗുണകരമായി സംസാരിക്കുന്നു. ഏത് സമയത്തും യാതൊരു ഉപാധികളുമില്ലാതെ ഈ രക്തത്താലുള്ള കഴുകലിനായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലാം. യേശുവിലൂടെയുള്ള രക്ഷയുടെ പാതയിലേക്ക് നമുക്കങ്ങനെ വരുവാൻ സാധിക്കും. രക്ഷ മാത്രമല്ല, ഏത് സമയത്തും പാപമോചനവും ലഭിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം, നിത്യത ഉറപ്പാക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.